وذاك مع عاقل عاقل أعيت مذاهبه وجاهل جاهل تلقاه مرزوقا. എത്ര كم عاقل 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 أعيت مذاهبه ജീവിതത്തിന് വഴിമുട്ടിക്കിടക്കും പല ബുദ്ധിമാന്മാരും. വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖ എത്ര വിഡ്ഢികളായ ആളുകൾ അവർക്ക് നിഅമത്തുകൾ എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും. അസ്ബാബുകൾ ചെയ്യണം. ഓരോ വിഷയങ്ങളിലും ഉള്ള ഭൗതികമായ സബബുകളുണ്ട്. അത് ചിലപ്പോൾ തൊഴിൽ ചെയ്യലായിരിക്കാം, ചിലപ്പോൾ സമരം ചെയ്യലായിരിക്കാം, ചിലപ്പോൾ മുദ്രാവാക്യം വിളിക്കലായിരിക്കാം, ചിലപ്പോൾ കേസ് കൂടലായിരിക്കാം. അതെല്ലാം ചെയ്യണം. പക്ഷേ ഭൗതികവാദി അത് ചെയ്തിട്ട് ഭൗതികവാദി കാണുന്നത് രീതിയിലല്ല നമ്മുടെ രീതി. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു. ഉത്തരവാദിത്വം ആരുടേതാണ്? അള്ളാഹുവിൻ്റെ. ഭൗതികവാദി ആ കർമ്മത്തിനപ്പുറം ഉത്തരവാദിത്വം ചിന്തിക്കൂല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. നമ്മൾ ഉറക്കെ പറ, അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. തലച്ചോറ് ചികിത്സിക്കൽ നമുക്കൊക്കെ ആവശ്യമായി വന്നിരിക്കണം. എന്തുകൊണ്ട്? ഭൗതികവാദികളെ പോലെ സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നമ്മുടെ കരാറുകൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ രക്ഷിക്കുമെന്നും അവൻ നമ്മെ രക്ഷിക്കുന്നവനാണെന്നും അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നുമാണ് കരാറ്. നിങ്ങൾ നിസ്കരിക്കണം എന്നല്ല കരാർ. ഒന്നാമത്തെ കരാർ അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലേ? ബല, ഞങ്ങൾക്കത് ഉറപ്പാണ്. നീ ഞങ്ങൾ രക്ഷിക്കും. അസ്ബാബുകൾ നമ്മൾ ചെയ്യണം, പക്ഷേ രക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു രക്ഷിക്കട്ടെ. പേടിക്കണ്ട. ചിന്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും അല്ലാഹുവിനാണ്. എന്തുകൊണ്ട്? ഉടനെ തന്നെ പറഞ്ഞു റബ്ബിൽ ആലമീൻ. ഖുർആൻ തുടങ്ങുകയാണ്. അല്ലാഹുവിനെ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. അറ്റമില്ലാതെ കരുണ ചെയ്തവനാണ്, അറ്റമില്ലാതെ കരുണ ചെയ്യുന്നവനുമാണ്. റഹ്മാനാണ്, റഹീമാണ്. ദുനിയാവിലും ആഖിറത്തിലും അറ്റമില്ലാതെ കരുണ ചെയ്യുന്നവനാണ്. ദയാപരനാണ്, കരുണാവാരിധിയാണ്, അനുഗ്രഹദാതാവാണ്. പിന്നെയും പറഞ്ഞു, ആദ്യം ബിസ്മില്ലാഹ് കരുണയും അനുഗ്രഹം കൊണ്ട് പരിചയപ്പെടുത്തി. പിന്നെ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ആരാണ് അല്ലാഹു? റബ്ബിൽ ആലമീൻ. മുഹ്ലിക്കിൽ ആലമീൻ, ലോകത്തെ മുഴുവനും നശിപ്പിക്കുന്നവൻ എന്നല്ല അവിടെയും പറഞ്ഞത്. റബ്ബിൽ ആലമീൻ, ലോകത്തെ മുഴുവനും പറയും, ലോകത്തെ മുഴുവനും രക്ഷിക്കുന്നവൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവസാനത്തെ സൂറത്തിൽ തന്നെ പറഞ്ഞു, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, എല്ലാ മനുഷ്യരെയും രക്ഷിക്കുന്നവൻ, രക്ഷിക്കുന്നവനാണ് ആര്? അല്ലാഹു. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു ബോധം തരട്ടെ. ആദ്യമായി 5 വചനങ്ങൾ ഇറങ്ങി പുണ്യ റസൂലിന്. ആ 5 വചനങ്ങളിൽ അല്ലാഹുവിനെ എത്ര വട്ടമാണ് പരിചയപ്പെടുത്തിയത്? രക്ഷിക്കുന്നവനാണ്. ഇഖ്റാ ബിസ്മില്ലാഹി എന്നല്ല, ഇഖ്റാ ബിസ്മി റബ്ബിക, നിന്നെ രക്ഷിക്കുന്ന റബ്ബിന്റെ നാമത്തിൽ തുടങ്ങുക, വായിക്കുക. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ, സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിക്കും. ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുകൽ അക്രമുല്ലദീ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഒറ്റവട്ടം അല്ലാഹ് എന്ന് പറഞ്ഞില്ല, 2 വട്ടം റബ്ബ് എന്ന് പറഞ്ഞു. ഒറ്റവട്ടം അല്ലാഹ് എന്ന് പറഞ്ഞില്ല, 2 വട്ടം. ഇഖ്റാ ബിസ്മി റബ്ബിക്, നിന്നെ രക്ഷിക്കുന്നവനായ ആ രക്ഷിക്കുന്നവന്റെ നാമത്തിൽ വായിക്കുക. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുക ഇഖ്റാ വറബ്ബുക ഇഖ്റാ ബിസ്മി റബ്ബിക ഇഖ്റാ വറബ്ബുക അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം. ഒറ്റവട്ടം അല്ലാഹ് എന്ന് പറഞ്ഞില്ല, 5 ആയത്തിനുള്ളിൽ ഒറ്റവട്ടം അല്ലാഹ് എന്ന് പറഞ്ഞില്ല, 2 വട്ടം റബ്ബ് എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു നമ്മെ രക്ഷിക്കും. അടിമയും ഉടമയും തമ്മിൽ വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഉടമക്കാരൻ ഒന്നും വേണ്ട, അടിമക്കെല്ലാം വേണം. എന്താ വേണ്ടതൊക്കെ രക്ഷയുണ്ട്. അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം എന്താ പറ? ഉടമക്കൊന്നും വേണ്ടതില്ല, അവൻ സ്വമരാണ്, അവൻ ഒനിയാണ്, അവനൊന്നും വേണ്ടതില്ല. അവനാരും നിസ്കരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അവനാരും നോമ്പോറ്റില്ലെങ്കിലും പ്രശ്നമില്ല, അവനാരും ഒന്നും കൊടുത്തില്ല, ഒന്നും ചെയ്തില്ലെങ്കിൽ വിഷയമില്ല, ഒന്നുമില്ല.
ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ഇബാദത്തെടുത്താൽ മാസാദ ഫീ മുൽക്കിഹി ഷൈഉൻ, അല്ലാഹുവിന്റെ അധികാരത്തിൽ അല്പം കൂടൂല. ഈ ലോകത്തെ ഒരാളും ഇബാദത്തെടുത്തില്ലെങ്കിൽ നഖസ ഫീ മുൽക്കിഹി ഷൈഉൻ, അല്ലാഹുവിന്റെ അധികാരത്തിൽ അല്പം പോലും കുറയൂല. ഒന്നും കൂടി പറയാം. ഈ ലോകത്തെ എല്ലാവരും ഇബാദത്തെടുത്താൽ അല്ലാഹുവിന്റെ അധികാരത്തിൽ അല്പം പോലും കൂടൂല. ഈ ലോകത്ത് ആരും ഇബാദത്തെടുത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ അധികാരത്തിൽ അല്പം പോലും കുറയൂല. അപ്പൊ ഒന്നും വേണ്ടോത്താനാണ് ആര്? അല്ലാഹു. എല്ലാം വേണ്ടവനാണ് ആര്? അടിമ. എന്താണ് എല്ലാം? എന്തും ഇറങ്ങി എത്തിച്ചേരുക അവൻ്റെ രക്ഷയിലേക്കാണ്. അവന് തിന്നാൻ കിട്ടണം, എന്തുകൊണ്ട്? അതവൻ്റെ രക്ഷയാണ്. അവന് പ്രശ്നം തീർന്നിട്ടണം, അതവൻ്റെ രക്ഷയാണ്. അവന് കുട്ടികളുണ്ടാവണം, അതവൻ്റെ രക്ഷയാണ്. അവന് വീടുണ്ടാവണം, അതവൻ്റെ രക്ഷയാണ്. അവന് വസ്ത്രം ഉണ്ടാവണം, കാരണം വസ്ത്രം അവൻ്റെ രക്ഷയാണ്. ആരോഗ്യം വേണം, അതവൻ്റെ രക്ഷയാണ്. വീട് വേണം, അതവൻ്റെ രക്ഷയാണ്. ഭക്ഷണം വേണം, അതവൻ്റെ രക്ഷയാണ്. ആരോഗ്യം വേണം, അതവൻ്റെ രക്ഷയാണ്. ഭാര്യ വേണം, അതവൻ്റെ രക്ഷയാണ്. കുടുംബം വേണം, അതവൻ്റെ രക്ഷയാണ്. ബാപ്പിയമ്മയും വേണം, അതവൻ്റെ രക്ഷയാണ്. മക്കൾ വേണം, അതവൻ്റെ രക്ഷയാണ്. സമ്പത്ത് വേണം, അതവൻ്റെ രക്ഷയാണ്. ഒരാളും അവനെ ആക്രമിക്കരുത്, കാരണം അതവൻ്റെ രക്ഷയാണ്. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവർ പരാജയപ്പെടണം, കാരണം അതവൻ്റെ രക്ഷയാണ്. അടിമക്ക് എന്തും എവിടെയും അടിമയെ നമ്മൾ ടോട്ടൽ ചെയ്താൽ അടിമക്ക് വേണ്ട എന്താ? രക്ഷ. അതിന് അള്ളാഹ് വേഗം പറഞ്ഞു, ഞാൻ രക്ഷിക്കുന്നവൻ അലസ്തു ബിറബ്ബിക്കും. ഈ പ്രശ്നം അള്ളാഹ്ക്കൊന്നും വേണ്ട, നമുക്കെല്ലാം വേണം. നിങ്ങൾക്ക് ഇബാദത്തെടുക്കേണ്ടതല്ലേ എന്ന് നമ്മളോട് പറഞ്ഞില്ല. എന്തുകൊണ്ട്? നമ്മൾ ഇബാദത്തില്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഒന്നുമില്ല, ഒന്നും വരാൻ முடிയില്ല. അലസ്തു ബിമഅബൂദിക്കും, ഞാൻ നിങ്ങളെല്ലാം ഇബാദത്ത് ചെയ്യപ്പോ നിങ്ങളെല്ലാം ഇബാദത്ത് ചെയ്യേണ്ടവനായ മഅബൂദ് ഞാനല്ലേ എന്ന് ചോദിച്ചില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ആരും ഇബാദത്തെടുത്തില്ലെങ്കിൽ എനിക്കൊന്നും വരുന്നില്ല. അതേ സമയത്ത് അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നവനല്ലേ, എനിക്കൊന്നും വേണ്ട, നിങ്ങൾക്കെല്ലാം വേണം. നിങ്ങളെ എല്ലാത്തിന്റെയും ടോട്ടലാണ് എന്ത്? മരിക്കണം, മരിക്കണം. കാരണം മരിച്ചാലല്ലേ കുഴപ്പമില്ലാത്ത സ്ഥലത്തെത്തുള്ളൂ. അവിടെ എന്ത് വേണം? പ്രയാസമില്ലാതെ മരിക്കണം, അതാണ് രക്ഷ. വേദന കുറഞ്ഞു മരിക്കണം, അതാണ് രക്ഷ. വല്ലാതെ ജനങ്ങൾക്ക് ഭാരാകാതെ മരിക്കണം, അതാണ് അവന്റെയും അവന്റെ സമൂഹത്തിന്റെ രക്ഷ. കബറിന്ന് തല്ലുകൊള്ളാതിരിക്കണം, കാരണം അതാണ് രക്ഷ. സിറാത്ത് പാലത്തിൽ വീഴാതിരിക്കണം, കാരണം അതാണ് രക്ഷ. മേശറയിൽ വെയിലത്ത് നിൽക്കണം, അങ്ങുണ്ടോ? മേശറയിൽ വെയിലത്ത് നിൽക്കണം, അങ്ങനെ പറയില്ല, രക്ഷല്ല. അതേ സമയത്ത് അറശിന്റെ തണൽ നിൽക്കണം, അതാണ് രക്ഷ. എല്ലാവർക്കും ആവുന്നവർക്ക് അവസരം കിട്ടുമ്പോൾ നമുക്ക് കിട്ടാതിരിക്കണം, അങ്ങനെ ആരെയും വർക്കുണ്ടോ? ഇല്ല, കിട്ടണം. എന്തുകൊണ്ട്? അതാണ് രക്ഷ. അല്ലേ? 2 റക്അത്തിന് നേരം കൊണ്ട് നമ്മളെ മേശറ കഴിഞ്ഞിട്ടണം. എന്തുകൊണ്ട്? അതാണ് രക്ഷ. നമ്മളോട് വല്ലാതെ ചോദ്യം ചെയ്യാതെ വിടണം, നമ്മളെപ്പാടും തിരിച്ചും മറിച്ചും ചോദിക്കണം, അങ്ങനെ ആരെയും വർക്കുണ്ടോ? ഇല്ല, നമ്മളോട് വല്ലാതെ ചോദ്യം ചെയ്യാതെ വിടണം. എന്തുകൊണ്ട്? അതാണ് രക്ഷ. നമ്മളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാറിൽ തന്നെ കൂടെ തന്നെ സ്വർഗ്ഗത്തിലേറണം. അതാണ് രക്ഷ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അടിമക്ക് വേണ്ടത് എന്താ? രക്ഷ. അതിന് ആദ്യം തന്നെ അള്ളാഹ് പറഞ്ഞു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കണമല്ലേ. അതേ ബല ജന രക്ഷിക്കണം. ഇപ്പോൾ പ്രശ്നം കഴിഞ്ഞല്ലോ. ഉടമക്കൊന്നും വേണ്ട, അടിമക്ക് വേണ്ടതല്ല, ഉടമ തരുകയും ചെയ്യും. ഈ പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയോ? അടിമ വാക്ക് മാറ്റുക, ഉടമ വാക്ക് മാറ്റൂല. അടിമ കുത്തി നോക്കുക വേറെ റബ്ബുണ്ടോ. പൈസ വാങ്ങാതെ ടിക്കറ്റിന് പൈസ അയച്ചു കൊടുത്ത് വിമാനം 1-ാം നമ്പർ ഉഷാറുള്ള ഏറ്റവും നല്ല വിമാന കമ്പനിയിൽ തന്നെ ടിക്കറ്റ് എടുപ്പിച്ച് അങ്ങോട്ട് പോരാനുള്ള തുണിയും കുപ്പായത്തിനുള്ള പൈസ വരെ അതും അയച്ചു കൊടുത്തു. മെഡിക്കലിനോ അതിന്റെ പൈസ അയച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞു. ഗൾഫുള്ള പാന്റിനും കുപ്പായത്തിനോ അതിനും കഫീൽ പൈസ അയച്ചു കൊടുത്തു. മെഡിക്കലിനോ അതിനും കഫീൽ പൈസ അയച്ചു കൊടുത്തു. ഇവൻ പോയാൽ 1-2 മാസം പുരക്കാർക്ക് ഒരു പ്രയാസമില്ലാതെ അവരെ ഷോപ്പിങ്ങും അവരെ വെള്ളം കൂടി നടക്കണമെങ്കിലോ അതിന് കൈമണിയായി കൊടുക്കാൻ ഭാര്യയുടെ കയ്യിൽ മടക്കി ചുരുട്ടി കൊടുക്കാനുള്ള നല്ല പോലെ നല്ല തവളക്കണ്ണൻ നോട്ടിന്റെ പൈസയോ അതും കഫീൽ അയച്ചു കൊടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ നല്ല തവളക്കണ്ണൻ നോട്ടനെ ചുരുത്തി മടക്കി പെണ്ണുങ്ങളുടെ കയ്യിൽ പള്ളം നിറച്ചു കൊടുത്തു. 2 മാസം ഷോപ്പിങ്ങിന്റെ പൈസ അതും അയച്ചു കൊടുത്തു. അതും കഫീൽ തന്നെ. ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് അടിച്ച് കൊടുത്തേ. നല്ല എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റില്
നല്ല എമിറേറ്റ്സ് ദുബായ് രാജാവിന്റെ ഫ്ലൈറ്റിൽ അങ്ങനെ തന്നെ ബിസിനസ് ക്ലാസ്സിൽ ഇങ്ങനെ കടന്നുറങ്ങി പോകാനുള്ള ടിക്കറ്റ് മേടിച്ചു കൊടുത്തു. ഇറങ്ങിയപ്പോൾ ബിസിനസ് ക്ലാസ്സിൽ വന്നിറങ്ങിയ ആളുകൾക്ക് പ്രത്യേകമായി ഇതാ കവി നല്ല 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 തടി തടിച്ച കാരക്കയും ഒക്കെ അതിന് അവർ തന്നെ കഫീൽ പുറത്ത് നിൽക്കുന്നുണ്ട്. ഒന്നുമില്ല, ഉള്ളിലേക്ക് കഫീൽ കയറി വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങി അടിച്ച് നേരെ എന്നെ കയ്യും പിടിച്ച് ഒരു ടൂവിൽ നിൽക്കേണ്ടിയതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കൊടുത്ത് അവിടെ ചെന്നപ്പോൾ കുത്തിയൊക്കെ അതിനേക്കാൾ നല്ല കഫീൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുക. അവിടെ ഇറങ്ങിയപ്പോഴോ നല്ല റൂം, നല്ല ഭക്ഷണം, നല്ല സുഖം, നല്ല സൗകര്യം. അന്ന് തന്നെ 500 റിയാലിന്റെ നോട്ട് കയ്യിൽ വെച്ച് കൊടുത്ത് എന്തെങ്കിലും വല്ല വീഡിയോ തീപ്പൊട്ടി വാങ്ങിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ഷവർമ പറ്റും. പൈസ അല്ല, ശമ്പളമല്ല, നിന്റെ വകയാണ്. 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ ഡ്യൂട്ടി, ബാക്കിയുള്ള ഡ്യൂട്ടി കടന്നുറങ്ങുക, അടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കുക, കടന്നുറങ്ങുക. ഒരു 4 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവും, അത്ര തന്നെ. രാവിലെ കുട്ടികളൊന്നും അങ്ങോട്ട് മദ്രസയിൽ കൊണ്ടുപോകണം, വൈകുന്നേരം അങ്ങോട്ട് കൊണ്ടുവരണം, വേറെ പണിയൊന്നുമില്ല. വെള്ളം നിറച്ച് കൂറ്റാൻ കൂത്തിട്ട് ഞാൻ അറബി ഭക്ഷണം വേണമെങ്കിൽ പോലെ നിങ്ങോട്ട് കൊടുക്കും, മലയാളി ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരിയും കൂട്ടാനും അതവൻ്റെ റൂമിലേക്ക് വേറെയും വെച്ചിട്ടു. നല്ല പൈസ. അവന്റെ നാട്ടിൽ ഇക്കാരം വരെ എല്ലാവർക്കും കിട്ടാത്ത ശമ്പളം എല്ലാം. എന്നിട്ട് നേരെ ചെന്നിട്ട് എന്ത് ചെയ്യാ, എല്ലാം അണ്ടർവെയർ വരെ കഫീലിന് പൈസ വാങ്ങിയതാ. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാ, തപ്പിയൊക്കെ വേറെ ഏതെങ്കിലും നല്ല കഫീലന്മാരുണ്ടോ? ആ ഉണ്ട്, അവിടെ ഒരു നല്ല കഫീലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അബഹയിലല്ല ഒരു കഫീലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറയാം ജിദ്ദക്കാരനോട്. അപ്പം ഒരു ദിവസം അവനെ കാണാനില്ലാതാകുക. അപ്പം പിന്നെ എന്നിട്ട് അയാൾ പിന്നെ പോവുക. എന്നിട്ടോ അവിടെ പോയിട്ട് തല്ലിട്ട് അയാൾ അറിയുന്നു ആട് മേയ്ക്കൽ വിസ 10 വയസ്സല്ല, മനസ്സിലായില്ല, ഒന്നും അളവ് കൊടുക്കൂല. ഇങ്ങനെ പിന്നെ മുൻഗാമികളായ ഒരുപാട് ആളുകൾ ആട് മേച്ച് ശമ്പളം കിട്ടാതെ അയാൾ കയ്യിൽ പോകുന്നത്. ഇതൊന്നാം നമ്പർ. ഇവനെ നന്ദി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുറ്റം കിട്ടൂലേ? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹും നമ്മളും തമ്മിലുള്ള കരാർ നമ്മൾ മറക്കരുത്. അല്ലാഹു നമ്മോട് പറഞ്ഞത് എന്താ? അല്ലാഹു നമ്മളോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നവനാണ്, നിങ്ങൾക്ക് ബോധമില്ലേ? അലസ്തു ബിഖാലിഖിക്കും എന്നല്ല, അലസ്തു ബിറബ്ബിക്കും. അതെ, എന്നെ ഞങ്ങൾ രക്ഷിക്കും. നമുക്ക് ഏത് നേരം എന്ത് ബോധം വേണം? ആലമുൽ അർവാഹിൽ വെച്ച റബ്ബിനോടുള്ള കരാറുണ്ട്. റബ്ബ് നമ്മളെ കരാറ്, ആ കരാർ നമുക്ക് സുഖകരവുമാണ്. 100% നമുക്ക് അനുകൂലമായ വിധിയാണ്. അലസ്തുബി റബ്ബിക്കും. അള്ളാഹു ഇങ്ങോട്ട് കരാറിയാണെങ്കിൽ തിരക്കില്ല, പിന്നെ ഞാൻ കുടുങ്ങുമ്പോൾ നിങ്ങൾ ഇന്ന് രക്ഷിക്കൂലേ? പ്രധാനമന്ത്രി അംഗരക്ഷകരെ കൊണ്ടിറക്കണത് അംഗരക്ഷകരെ രക്ഷിക്കാൻ വേണ്ടിയല്ല. പ്രധാനമന്ത്രി അംഗരക്ഷകരെ കൊണ്ട് നടക്കുന്നത് അംഗരക്ഷകരെ രക്ഷിക്കാൻ വേണ്ടിയല്ല. അംഗരക്ഷകര് പ്രധാനമന്ത്രി രക്ഷിക്കാൻ വേണ്ടിയാ. അപ്പോൾ തന്റെ പേഴ്സണൽ പൗഞ്ചിലായി ഒരു 10-15 ആളുകളെ തെരഞ്ഞെടുത്ത് പ്രധാനമന്ത്രി അവരോട് ഇടക്കിടക്ക് ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചിട്ട് പ്രധാനമന്ത്രി ചോദിക്കും, പിന്നെ നിങ്ങൾ കാലുമാറി എന്റെ കഥ കഴിഞ്ഞു, നിങ്ങൾ ഇന്നെ രക്ഷിക്കൂലേ? അതെ ഞങ്ങൾ രക്ഷിക്കും, പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ, ഞങ്ങൾ രക്ഷിക്കും. അങ്ങനെയാണോട്ട് അള്ളാഹു നമ്മളൊക്കെ പടച്ചുകൊണ്ട് നമ്മളോട് പറയാ, പിന്നെ നിങ്ങളെ കൊണ്ടൊക്കെ വലിയ കാര്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടൊക്കെ വലിയ കാര്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെ പഠിച്ച് നിങ്ങൾ ഇങ്ങനെ രക്ഷിക്കൂലേ? അപ്പൊ നമ്മൾ പറയാം ബല അതേ രക്ഷിക്കും പഠിച്ചോനെ. അങ്ങനെയാണോ? അല്ല നമ്മളെ പടക്കെന്നിട്ട് പറയാ ഞങ്ങളെ രക്ഷിക്കൂലേ? അതെ ഈശ്വരനെ പഠിച്ചു, പിന്നെ ഇനിയല്ല വേറെ ആരെ രക്ഷിക്കാം കഴിഞ്ഞു എന്നിട്ട് നമ്മൾ പറഞ്ഞു വേജാറാണ്. അള്ളാനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ പഠിച്ചതല്ല, നമ്മളെ പഠിച്ചിട്ട് നമുക്ക് രക്ഷ നൽകും എന്ന് വാഗ്ദത്തം ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ബാധ്യതയുണ്ട്, ഏറ്റവും മിനിമം ബാധ്യത എന്ത്? അള്ളാഹു നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത്ര തന്നെ മതി. ആദ്യം ഇറങ്ങിയ 5 ആയത്തിലടാ ഓരോ ഒറ്റ വട്ടം പോലും അള്ളാഹ് പറഞ്ഞില്ല, 2 വട്ടം റബ്ബ് പറഞ്ഞു. എന്തുകൊണ്ട്? അലമുൽ അർവാഹിൽ വെച്ച് പരിചയപ്പെട്ട പേരാണ് റബ്ബ്. ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലേ? അതെ, നീ ഞങ്ങളെ രക്ഷിക്കുന്നവൻ തന്നെ. ആലമുൽ അർവാഹിൽ വെച്ച് പരിചയപ്പെട്ട പേരാണ് റബ്ബ്. ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലേ? അതെ. ഭൂമിയിൽ ആദ്യത്തെ 5 ആയത്തിറങ്ങി 2 വട്ടം, 1 വട്ടം പോലും അള്ളാഹ് പഠിപ്പിച്ചില്ല, 2 വട്ടം റബ്ബ് എന്ന് പഠിപ്പിച്ച്.
ഓതുവോട് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് വഇഖ്റഅ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഖലാസ് തീർന്നപ്പോഴും പറഞ്ഞു അതന്നെ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബാ. തന്നെ രക്ഷിക്കുന്നവനെ ഭയപ്പെടുക. പിന്നെ പുറത്തൊന്നു വലിമൻ ഖാഫ മഖാമ റബ്ബി വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. തന്നെ രക്ഷിക്കുന്നവന്റെ ആ വിശ്വാസത്തോടുകൂടെ അവനെ ഭയപ്പെട്ട് ജീവിച്ചാൽ 2 സ്വർഗമാണ് അതിന്റെ താഴെ. വമിൻ ദൂനിഹിമാ ജന്നതാൻ. അപ്പോൾ മർമ്മം എന്താണ്? അല്ലാഹു രക്ഷിക്കുന്നവൻ എന്നൊരു ബോധമുണ്ടാവും, മിനിമം ബോധം. അമ്മാമൻ തഖ വഅഥറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. അടുത്തായത് വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. തന്നെ രക്ഷിക്കുന്നവന്റെ കോടതിയിൽ പോയി നിൽക്കുക. ആ കോടതി എന്നെ രക്ഷിക്കുന്നവന്റെ കോടതിയാണ്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി. തന്നെ രക്ഷിക്കുന്നവന്റെ കോടതിയിൽ പോയി നിൽക്കുക. ഒന്ന് ശിക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവനല്ല, എന്തിനുള്ളവനാണ്? രക്ഷിക്കുന്നവനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതെങ്കിലും അധികാരത്തിൽ കയറി അന്ന് ഭരണഘടന പിടിച്ചിട്ട് സത്യം ചെയ്യുക, ഞങ്ങൾ രക്ഷിക്കുന്നു, പിന്നെ ഭരണഘടനക്കെതിരായ നിയമം ഉണ്ടാക്കുക, അങ്ങനത്തെവനല്ല. അധികാരത്തിൽ കയറുമ്പോൾ ഇന്ത്യൻ ഭരണഘടന പിടിച്ചിട്ട് എല്ലാ ഇന്ത്യ 130 കോടി ജനങ്ങളെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യുക. അത് അധികാരത്തിൽ കയറിയതിൻ്റെ പിറ്റേ ദിവസം ജനങ്ങളെ ഉപദ്രവിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുക. ഇതല്ലാതെ നിന്നെ രക്ഷിക്കാൻ ഏറ്റവൻ ഒരിക്കലും ആക്രമിക്കാൻ നടക്കുന്നവനല്ല. രക്ഷിക്കാൻ നടക്കുന്നവൻ ആക്രമിക്കാൻ നടക്കുന്നവനല്ല. രക്ഷിക്കാൻ നടക്കുന്നവനല്ല. ആക്രമിക്കാൻ നടക്കുന്നവനല്ല. അവൻ രക്ഷിക്കുകയുള്ളൂ. അവൻ എന്ത് ചെയ്യൂല? അവൻ ഉറക്കപ്പറ, അവൻ എന്ത് ചെയ്യൂല? ആക്രമിക്കൂല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എവിടെയാണല്ലേ പറഞ്ഞത്? നമ്മളെ അള്ളാഹു എത്രയോ വട്ടം വീണ്ടും വീണ്ടും പരിചയപ്പെടുത്തിയത് അവൻ നമ്മളെ രക്ഷിക്കുന്നതാണ്. എന്തിനാ പേടിക്കുന്നത്? രക്ഷിക്കുന്നവരായ ഒരാളെ പറ്റി ബോധമില്ല. ആർക്ക്? ഭൗതികവാദിക്ക്, നിരീശ്വരവാദിക്ക്, കമ്മ്യൂണിസ്റ്റുകാരന്. യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും കമ്മ്യൂണിസ്റ്റുകാരനും ഒരിക്കലും അവനെ രക്ഷിക്കുന്ന ഒരാളെ പറ്റി ബോധമില്ല. എന്തുകൊണ്ട്? ഈ അധിഷ്ഠിത ഭൗതികവാദവും സമരവും അല്ലാതെ വേറെ ഒരു രക്ഷാമാർഗം അവൻ അറിയുകയില്ല. നമ്മൾ അങ്ങനെയല്ല. ആദ്യം രക്ഷിക്കുന്നവനെ പരിചയപ്പെട്ടതാണ്. അവനാണ് ആര്? അതാണ് അവര് നമ്മൾ വ്യത്യാസം. എന്താണ് ഭൗതികവാദിയും മുസ്ലിമും തമ്മിൽ വ്യത്യാസം? ഭൗതികവാദിയും മുസ്ലിമിന്റെ വ്യത്യാസം എന്താ? ഭൗതികവാദിക്ക് രക്ഷിക്കുന്ന ഒരാൾ ഇല്ല. ഓനെ എടുക്കുന്ന പണി കൊണ്ട് രക്ഷപ്പെട്ടു പോകണം. നമുക്ക് രക്ഷിക്കുന്ന ഒരാൾ ഉണ്ട്. എന്താ ഭൗതികവാദിയും നമ്മൾ തമ്മിൽ വ്യത്യാസം? ഭൗതികവാദിക്ക് രക്ഷിക്കാവുന്ന ഒരാളെ പറ്റി അവന് നല്ല കോടതി ജയിച്ചാൽ രക്ഷപ്പെടും. നിയമം അനുകൂലമായ രക്ഷപ്പെടും. നമുക്ക് നിയമം അനുകൂലമായും രക്ഷപ്പെടും, പ്രതികൂലമായി രക്ഷപ്പെടും. എന്തുകൊണ്ട്? രക്ഷിക്കുന്ന വേറൊരാൾ ഉണ്ട്. അവൻ എങ്ങനെ രക്ഷിക്കും അതെനിക്കറിയില്ല, പക്ഷെ അവൻ രക്ഷിക്കും. അതെങ്ങനെ അതറിയില്ല, അവൻ രക്ഷിക്കും. പരീക്ഷണം അധികരിക്കുന്നത് കണ്ടാൽ ഫഖൂലൂ, നിങ്ങൾ പറയുക. എന്ത് പറയുക? ഞങ്ങളെ രക്ഷിക്കാൻ ആര് മതി? അല്ല മതി, ഇതിൽ ഞങ്ങൾക്ക് പൊരുത്താണ് എന്ന് പറയണം. റബ്ബ ഞങ്ങൾ ആര് രക്ഷിക്കും? അല്ല രക്ഷിക്കും. നിങ്ങൾ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹു നമുക്ക് തരട്ടെ. എന്താണ് ഈ മനസ്സിലാക്കാത്തത്? മനസ്സിലോണ്ട് പറഞ്ഞത് ഇതാ റഅയ്തും കസ്റത്തൽ ബലാഇ, പരീക്ഷണം അധികരിക്കുന്നത് കണ്ടാൽ ഫഖൂലു, നിങ്ങൾ പറയുക. എന്ത് പറയുക? റളീനാ ബില്ലാഹി റബ്ബൻ, ഞങ്ങളെ ആര് രക്ഷിക്കും? അല്ലാഹു രക്ഷിക്കും. അല്ലാഹു രക്ഷിക്കും. അല്ലാഹു രക്ഷിക്കും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്,
ഞങ്ങളെ അള്ളാഹു രക്ഷിക്കുമെന്ന് പറയുകയും പിന്നെ ചൊവ്വായി ജീവിക്കുകയും ചെയ്താൽ തത്നസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ പ്രതിസന്ധികളിൽ മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞങ്ങളെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളെ അള്ളാഹു രക്ഷിക്കുമെന്ന് പറയുക, പിന്നെ അവർ ചൊവ്വായി ജീവിക്കുകയും ചെയ്യുക. അവിടെയും പറഞ്ഞ് രക്ഷിക്കുന്നവൻ അള്ളാഹു ആണെന്ന് പോലെ ഉണ്ടാവും. രക്ഷിക്കുന്നവൻ അള്ളാഹു, രക്ഷിക്കുന്നവൻ അള്ളാഹു. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. എന്റെ ഇഷ്ടദാസന്മാരെ തൊടാൻ ഇബ്ലീസേ നിനക്ക് കഴിയുകയില്ല. വകഫാ ബിറബ്ബിക വകീലാ, അവർ റബ്ബായി എന്നെ ഏൽപ്പിക്കുന്നതാണ്. രക്ഷിക്കാൻ എന്നെ ഏൽപ്പിക്കും, അവരോട് പേടിക്കണ്ട. അവരെ ഞാൻ രക്ഷിക്കും. എടാ ഇബ്ലീസേ, എന്റെ ഇഷ്ടദാസന്മാരെ തൊടാൻ നിനക്ക് കഴിയൂല. എന്തുകൊണ്ട്? വക്കീല എന്നല്ല, വക്കീല, രക്ഷപ്പെടുത്താൻ ഞാൻ മതിയോ എന്നവർക്ക് ഉറപ്പുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ വിഷയം മനസ്സിലാക്കണം. റബ്ബ് എന്ന വാക്ക് വളഞ്ഞ കുത്തി നിന്ന് റുക്കോയിൽ നിന്ന് എന്താ പറയുന്നത്? അല്ലാഹല്ല, സുബ്ഹാന റബ്ബിയൽ അലീം, എന്നെ രക്ഷിക്കുന്നവൻ പരിശുദ്ധനാണ്. സുജൂദിൽ വളഞ്ഞു കുത്തി കിടന്നാൽ എന്താ പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി, എന്നെ രക്ഷിക്കുന്നവൻ ഏറ്റവും പരിശുദ്ധനാണ്. മേലെയുള്ള എന്നെ രക്ഷിക്കുന്നവനുണ്ടല്ലോ, അവൻ ഏറ്റവും പരിശുദ്ധനാണ്. അവിടെ പറഞ്ഞത് രക്ഷിക്കുന്നവൻ, രക്ഷിക്കുന്നവനാണ്. രക്ഷിക്കുന്നവൻ ഇത് നിങ്ങൾ നിസ്സാരമായി കാണരുത്. അള്ളാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ ആരായിട്ടാണ് രക്ഷിക്കും. എങ്ങനെ നമ്മൾ അറിയേണ്ടതില്ല. രക്ഷിക്കും എങ്ങനെയാണ് അറിയൂല, രക്ഷിക്കും. നിങ്ങൾ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട പറയുക, യാ ഇബാദല്ലാഹ് ഇനുനി, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് നിരീശ്വരവാദിക്ക് പറയാനില്ല, ഇത് ഭൗതികവാദിക്ക് പറയാനില്ല. നിങ്ങൾ മരുഭൂമിയിൽ ഒറ്റപ്പെടുക. മരുഭൂമിയിൽ നിങ്ങളുടെ ഒട്ടകം കുഴിയിൽ വീണു പോവുക. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾ രക്ഷിക്കാൻ ആളില്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഭംഗിയാലോ എന്നല്ല അറിയണ്ട. അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കുക. എന്തുകൊണ്ട്? ഇന്നലില്ലാഹി ഇബാദൻ, അവിടെയെല്ലാം അള്ളാഹ്ക്ക് ദാസന്മാരുണ്ട്. ഈ പേടിക്കണ്ട, ഈ അവരെ കാണുന്നില്ല എന്നേ ഉള്ളൂ. ആളുണ്ട്. മുത്ത് മുഹമ്മദ് ഒരാളിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. ആയിരക്കണക്കിന് കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന് യാത്ര ചെയ്തിട്ട് ഒരു മനുഷ്യനെ ഇന്ന് വരെ അവൻ കണ്ടില്ല. അങ്ങനെ ഉണ്ടാവില്ല. മരുഭൂമി അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയാ. സിനായി മരുഭൂമി എന്ന് പറഞ്ഞാൽ 60,000 ചതുരശ്ര കിലോമീറ്ററാണ് സിനായി മരുഭൂമി. 60,000 ചതുരശ്ര കിലോമീറ്ററാണ് സിനായി മരുഭൂമി. മരുഭൂമിയിലാണ് കയറി നോക്കുക. ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തു. ഒരു മനുഷ്യനെ പോലും അവൻ ആ യാത്രയിൽ കണ്ടില്ല. അപ്പോൾ അവൻ കുഴങ്ങിപ്പോയി. ഒട്ടകം കുഴിയിൽ വീണു, കാലൊടിഞ്ഞ്. ഇനി മുന്നോട്ടും കഴിയില്ല. മനസ്സിലായോ? കൊഴിഞ്ഞാലോ എന്ന് പറയാൻ പാടില്ല. ഞാൻ എന്താ പറയണ്ട്? മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു എന്താ പറയണ്ട്? അല്ലാഹുവിന്റെ ദാസന്മാരെ എന്നെ സഹായിക്കണം. ഇന്നലില്ലാഹി ഇബാദൻ, അവിടെയെല്ലാം നീ കണ്ടിട്ടില്ലെങ്കിലും അവിടെയെല്ലാം അല്ലാഹ്ക്ക് ദാസന്മാരുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും വരും, അവരുമാകാം, വൈബുമാകാം. ആരുമില്ലെങ്കിൽ ദിജാൽ വൈബ് വരും, അല്ലെങ്കിൽ മലക്ക് മനുഷ്യ രൂപത്തിൽ വരും, അല്ലെങ്കിൽ ജിന്ന മനുഷ്യ രൂപത്തിൽ വരും. അള്ളാഹ്ക്ക് അവിടെ ദാസന്മാരുണ്ട്. ഇത് കണ്ടിട്ടില്ല? അവിടെ ആളുണ്ട്. മറയിൽ നിൽക്കുന്നവരുണ്ട്, മറയിൽ സൃഷ്ടിക്കപ്പെട്ടവരുണ്ട്, മറഞ്ഞു നിൽക്കുന്നവരുണ്ട്. അവിടെയൊക്കെ ആരുണ്ട്. ഈ ഭൂമിയിലെ ഓരോ ഏരിയയിലും അള്ളാഹ്ക്കാരുണ്ട്. നമ്മളവരെ കാണുന്നില്ല. പക്ഷെ എന്ത് പറയണം? ഇതാരാ പറഞ്ഞതെന്നറിയോ? മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. വിഡ്ഢിത്തരം പറയില്ലല്ലോ. മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊരു മരുഭൂമി ഒറ്റപ്പെട്ടു, ഒരാളെ കാണാനില്ല, കുഴങ്ങി. എന്നാലും നിങ്ങൾ കുഴങ്ങൂല. ഇന്നലില്ലാഹി ഇബാദൻ, അവിടെയെല്ലാം അല്ലാഹു തആലക്ക് ദാസന്മാരുണ്ട്. നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങൾ നടുക്കടലിന്റെ തുരുത്തിലാണ്. നടുക്കടലിന്റെ തുരുത്തിൽ നിങ്ങൾ നിൽക്കാണ്, അല്ലെങ്കിൽ നടുക്കടലിൽ പലകമക്കാണ്. കപ്പൽ പൊളിഞ്ഞു, ഒരു പലകമക്കാണ്. നിങ്ങൾ എന്ത് പറയണം? അല്ലാഹുവിന്റെ ദാസന്മാരെ സഹായിക്കണേ. ഇന്നലില്ലാഹി ഇബാദൻ, അവിടെയെല്ലാം അല്ലാഹുവിന് ദാസന്മാരുണ്ട്. ഏതുപോലെ
പഴങ്ങിയൊരു മനുഷ്യൻ ഇതിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പച്ചവെള്ളത്തിന് കുടുങ്ങി, ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല. ജീവൻ പോകാൻ പോകുമ്പോൾ അവൻ ഈ വീട്ടിന്റെ പടിക്കലെത്തി എന്ത് പറയണം? പൊരക്കാരെ കുറച്ച് വെള്ളം കൊണ്ടുവരുമോ എന്ന് പറയണം. പറയണ്ടേ? പറയും മനുഷ്യന്മാരെ, അത് ശിർക്കാണോ? അല്ല. അള്ളാഹു വല്ലാത്തൊരു സഹായം ചോദിക്കലല്ലോ. അത് അള്ളാഹോട് സഹായം ചോദിക്കലല്ലേ? ആ വെള്ളമൊക്കെ ആരതാണ്? പറയാ. അത് ആ പറഞ്ഞ മുറ്റത്തെത്തി എന്ത് പറയണം? ഒരു അന്തല്ല ഇവിടെ കുറച്ച് ആളുകൾക്ക്. അവർക്ക് എന്താണ് ശിർക്ക് എന്ന് അറിയില്ല, എന്താ തൊഴിൽ എന്ന് അറിയില്ല. ഒരു അന്തമില്ല. നിയമപരമായ സമരങ്ങളിൽ ഏർപ്പെടുക, നിയമപരമായ സമരങ്ങളിലും കേസുകളിലും ഏർപ്പെടുക. എന്നിട്ട് എന്ത് ചെയ്യുക? പടച്ചോനെ അവലംബിച്ച് മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് സുന്നികൾ പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുക അവർ അള്ളാഹിന്റെ പേര് പറഞ്ഞ് സംഘടന ഉണ്ടാക്കി നടക്കുന്നവരാണ്. ഒരു പറയാം അങ്ങനെ അത് പരിഹരിക്കൂല, നമ്മൾ പെണ്ണുങ്ങളെ കൂടി ഇറക്കും. അപ്പോൾ അള്ളാഹിന്റെ വിശ്വാസം അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടണമെന്ന് ഖുർആൻ പറയാം. എതിര് ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ റഹ്മത്ത്. ഒരു ഖൈർ നിങ്ങൾക്ക് താമസിച്ചാൽ അള്ളാഹ്ക്ക് ദോഷം ചെയ്യാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ത്വഅത്ത് കൊണ്ടല്ലാതെ അള്ളാഹിന്റെ റഹ്മത്ത് വരികയില്ല. ഇവിടെ എന്താണ് നമ്മുടെ സുന്നത്തുൽ ജമാഅത്തുൽ ഉലമാ പറഞ്ഞത്? സമരം ചെയ്യണ്ടേ? സമരം ചെയ്യണം. കേസ് കൊടുക്കണ്ടേ? കേസ് കൊടുക്കണം. പക്ഷെ നമ്മൾ എവിടെ നിൽക്കണം? അള്ളാഹ് നിയമത്തിൽ നിൽക്കണം. ഒരു ഖൈർ നിങ്ങൾക്ക് നേരം വൈകിയാൽ ഒരു ഖൈർ നേരം വൈകുന്നു എന്ന് വിചാരിച്ച് അള്ളാഹുവിന് ദോഷം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഏതൊരു റഹ്മത്തും അള്ളാഹ്ക്ക് വഴിപ്പെട്ടാൽ മാത്രമേ വരികയുള്ളൂ. അള്ളാഹിന്റെ റഹ്മത്ത് വരണമെങ്കിൽ അള്ളാഹു തആലക്ക് വഴിപ്പെടണം. ഒരു ഖൈർ നിങ്ങൾക്ക് നേരം വൈകുന്നതായി തോന്നിയാൽ അത് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എന്തിന്? അലാ മഅസിയത്തില്ല, അള്ളാഹു തആലക്ക് ദോഷം ചെയ്യാം. ഒരു കാര്യം നമ്മൾ ചെയ്തത് ഭംഗിയാണില്ല എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ വേഗം ദോഷം ചെയ്യാൻ മെനക്കെടരുത്. എന്തുകൊണ്ട്? അള്ളാന്റെ റഹ്മത്ത് അള്ളാന്റെ വഴിപ്പാടിലേ വരികയുള്ളൂ, ദോഷത്തിൽ വരികയില്ല. ദോഷത്തിൽ വരുന്നത് ഇബ്ലീസിന്റെ കളിയായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ പേരിൽ സംഘടന ഉണ്ടാക്കി തിന്നു നടക്കുന്ന ആളുകളുണ്ട് ഇവിടെ കുറച്ച്. ഒരു വിശ്വാസം. അപ്പൊ പോലെ സംഘടന എന്താ? നിങ്ങളുടെ സംഘടനയുടെ പേരെന്താ? നിങ്ങളുടെ ലക്ഷ്യം എന്താ? എന്ത് മനുഷ്യന്മാരെ ലക്ഷ്യം എന്താ? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നമുക്കവൻ വീടില്ല. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു, നടുക്കടലിൽ ഒറ്റപ്പെട്ട എന്ത് പറയണം? അള്ളാഹു റസൂൽ വാക്ക് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയണം. നിർബന്ധമാണ്. എന്തുകൊണ്ട്? അവിടെയെല്ലാം അള്ളാഹുവിന് ദാസന്മാർ, നടുക്കടലിലും അള്ളാഹുവിന് അവിടെ ദാസന്മാർ ഉണ്ട്, അവർ തന്നെ സഹായിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇവരെ കാണൂല, ഇവരെ കാണില്ല, സാധിച്ചില്ല. പലരായിട്ട് വരും. ഇപ്പൊ നേരത്തെ മാഷി വെച്ചൊരു ജാലോയിബാരിൽപ്പെട്ടതാണ്, ജിന്നുകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ദാസന്മാരായ സ്വാലിഹ്യങ്ങളായ ജിന്നുകളുണ്ട്. ഒരു മുഅ്മിനീങ്ങളെ ആരുണ്ട്? മലക്കുകളുണ്ട്. മലക്കുകളെ പണി തന്നെ ആരെ സഹായിക്കലാണ്? മുഅക്കലിന ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ. അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ മനുഷ്യരൂപത്തിൽ വന്ന് പ്രശ്നം തീർന്നിരിക്കും. രണ്ട് മലകൾക്കിടയിൽ ഓടിയില്ലേ ഒരു പെണ്ണ്? വെള്ളം വെള്ളം എന്ന് പറഞ്ഞോടിയില്ലേ ഒരു പെണ്ണ്? അപ്പോഴെന്താ സംഭവിച്ചത്? നിങ്ങൾക്കറിയില്ല എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ഒരു പുൽക്കൊടിയില്ലാത്ത നാട്ടിൽ ഞാൻ എന്റെ കുഞ്ഞിനെയും ഭാര്യയെയും നിർത്തിപ്പോയതാണ് റബ്ബേ എന്ന് പറഞ്ഞു പോയില്ലേ സയ്യിദുനാ ഇബ്രാഹിം? വെള്ളം ഒരു തുള്ളി ഇല്ലാതെയായപ്പോൾ രണ്ട് മലകൾക്കിടയിലൂടെ ഓടിയില്ലേ ഹാജർ റളിയല്ലാഹു അൻഹാ? പിന്നെന്താ ഉണ്ടായത്? അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും മഹാൻ അല്ലാഹ് പറഞ്ഞേച്ചില്ലേ? ആരാണ് മഹാൻ? സയ്യിദുനാ ജിബ്രീൽ എന്നിട്ട് വന്നില്ല. എത്രയാ വെള്ളം വന്നിട്ടുണ്ടാകുക? വെള്ളം എത്രയാ? ഈ തൂങ്കാലിന്റെ അത്ര ഒന്നും ആവൂല, ഈ തൂങ്കാലിന്റെ അത്ര ഒന്നും ആവൂല. വെള്ളം അങ്ങോട്ട് പോന്നില്ലേ വെള്ളം. സംസം എന്ന് ഖിബ്തി ഭാഷയിൽ പറഞ്ഞു പോയി. ആര്? അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഇല്ലെങ്കിൽ ആ വെള്ളം അങ്ങനെ ഹൈ ഫോഴ്സിൽ വെള്ളം അങ്ങോട്ട് വന്ന് ഖിയാമത്ത് നാൾ വരെ പൂം എന്ന് പറഞ്ഞിങ്ങനെ പോണത് എന്നും ജനങ്ങൾക്ക് കാണാം. ഓലിക്ക് ലോകാകെ ഒരൊറ്റ പുഴ മതിയായിരുന്നു. ആ പെണ്ണിനും ഉമ്മാക്കത് പറയേണ്ടിയിരുന്നില്ല. അതിന് ബേജാറ് കൂടി കുറച്ച്. അതിനെ പറയേണ്ടിയിരുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ.
എവിടെയും വെള്ളം, അങ്ങനെ ഒരു വെള്ളമുള്ള സ്ഥലം ലോകത്ത്. ഇന്ന് നേരം എടുത്തിട്ട് എത്ര കോടി ആളുകളാണ് വെള്ളം കുടിച്ചിട്ടുണ്ടാവും? മക്കത്തെ എത്ര ആൾ കുടിച്ചിട്ടുണ്ടാവും? മദീനത്തെ എത്ര ആൾ കുടിച്ചിട്ടുണ്ടാവും? അറബ് നാട്ടിൽ എത്ര ആൾ കുടിച്ചിട്ടുണ്ടാവും? എവിടെയൊക്കെ നാട്ടിൽ കുടിച്ചിട്ടുണ്ടാവും? എവിടുന്നാണ് വെള്ളം വരുന്നത്? ഒരു തുള്ളി വെള്ളമില്ലാത്ത പുല്ല് മുളക്കാത്ത നാട്ടിൽ നിന്നാണ് എല്ലാ ചോലയാടുന്ന നാട്ടിലേക്ക് ഈ വെള്ളം വരുന്നത്. 4 മണിക്കൂറും മഴ പെയ്യുന്ന നാട്ടിലേക്ക് ഈ വെള്ളം ക്യാനിൽ കൊണ്ടുവരിക. ഈ വെള്ളമൊക്കെ ഉണ്ടായും കൊണ്ട് തന്നെ വാപ്പ മരിക്കുമ്പോൾ വാപ്പാക്ക് തുള്ളി എത്തിച്ചു കൊടുക്കണം. 44 പുഴയുണ്ട് കേരളത്തിൽ, അതിൽ വെള്ളമൊന്നും വാപ്പാക്ക് വേണ്ട. മരിക്കുമ്പോൾ ഒരു തുള്ളിയെങ്കിലും അത് നാവിൽ വെച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. മാവു സംസം അള്ളാഹു നമ്മൾ അവസാനത്തെ വെള്ളമാക്കി തരട്ടെ. നമ്മൾ അവസാനത്തെ വെള്ളം സംസമിന്റെ വെള്ളമാക്കി തരട്ടെ. മനസ്സ് നാമീ പറയും അള്ളാഹു തൗഫീഖ് തരട്ടെ. എവിടെയാണത് ഉണ്ടായത്? എവിടെ ഉണ്ടായത്? എന്തുകൊണ്ട്? രക്ഷിക്കാൻ അല്ലാഹു മതിയാകും. അവിടെ വിട്ടുപോയപ്പോൾ ഇബ്രാഹിം നബി റബ്ബനാ രക്ഷിക്കുന്നവനെ, ഒരു പുല്ലുമൂള് പോലും ഇല്ലാത്ത നാട്ടിൽ, മണ്ണിൽ, മാട് എന്ന് പറയുമ്പോൾ നാടല്ലേ, മണ്ണിൽ ഞാൻ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഇറക്കി വെച്ചു. രക്ഷിതാവേ റബ്ബന, നീ അവരെ രക്ഷിക്കുന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അവിടെ വെള്ളം വരണല്ലോ. ആ വെള്ളം ഇന്ന് വരെ പോയിട്ടില്ലല്ലോ. വെള്ളം അവിടെ, ആ വെള്ളം മാത്രം കുടിക്കുന്നവരുണ്ട്, ആ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നവരുണ്ട്. വെള്ളം ഒന്നും കഴിക്കില്ല, ആ വെള്ളം അങ്ങനെ കുടിക്കും. അടുത്തൊരു 1 മാസം വെള്ളം, ആ വെള്ളം ഞാൻ കുടിച്ചപ്പോൾ തടിയൊന്ന് വൃത്തിയായി. അബൂദറിൽ ഗുഫാരി റളിയല്ലാഹു, അബൂദർ വന്ന് മുത്തുനബിയോട് ചോദിച്ചു. മുത്തുനബിന്റെ അടുത്ത് വന്നപ്പോൾ മിനൈൻ, നീ എവിടുന്ന വരുന്ന ചോദിച്ചു. മിമ്മൻ, എവിടുന്ന ചോദിച്ചു. ഒഫാർ ഗോത്രത്തിൽ നിന്ന് അടുത്തൊന്നും ഇവിടെ ഒരു റഹല് വന്നിട്ടില്ലല്ലോ, ഇവിടെ എന്നാ വന്നത് ചോദിച്ചു. മിൻ ഷഹരീൻ, ഞാൻ 1 മാസമായി. അപ്പോൾ ചോദിച്ചു മിനൈന ത്വഅമുക വശറാബുക, 1 മാസം ആ അങ്ങാടിയിൽ വന്ന് പാർത്തിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത്, ഇവിടുന്ന് വെള്ളം കുടിച്ചത്. എന്റെ ഭക്ഷണം മുഴുവൻ ഞാൻ തിന്നിട്ടില്ല കുടിച്ചിട്ടില്ല, ഈ കിണറ്റിന്നല്ലാതെ തിന്നിട്ടില്ല കുടിച്ചിട്ടില്ല. എവിടുന്നാ കുടിക്കുന്നത്? ആ വെള്ളം തിന്നു, ആ വെള്ളം തന്നെ കുടിച്ചു ചെയ്തു. തിന്നലോ തന്നെ പറയാ, കുടിക്കലോ തന്നെ. അത് അസ്മൻ താടിയൊക്കെ ഒന്ന് കൂടി, താടിയൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് പോയി, താടിയൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് ഉഷാറായി എന്ന് അബൂദർ പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ എന്ത് ഭൗതിക പോകാതികളെ പോലെ എന്തിനാണ് ജനങ്ങളെ നമ്മൾ സംസാരിക്കുന്നത്? നബിയെയും സ്വഹാബത്തിനെയും പോലെ നിസ്കരിക്കുക, നബിയെയും സ്വഹാബത്തിനെയും പോലെ നോമ്പ് നോൽക്കുക, നബിയെയും സ്വഹാബത്തിനെയും പോലെ ഹജ്ജ് ചെയ്യുക, നബിയെയും സ്വഹാബത്തിനെയും പോലെ ഉംറ ചെയ്യുക. എന്നിട്ടോ ഭൗതികവാദികളെ പോലെ വർത്തമാനം പറയുക, ഭൗതികവാദികളെ പോലെ വിശ്വസിക്കുക, ഭൗതികവാദികൾക്കുള്ള ബേജാർ പോലെ ബേജാർപ്പെടുക. ഇത് മുഅ്മിനിന് പാടില്ല. മുഅ്മിന് ആരെ ഏൽപ്പിക്കും? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ആരെ ഏൽപ്പിക്കും? അല്ലാഹുവിനെ ഏൽപ്പിക്കും എന്ന്. ഒരു മനുഷ്യൻ 3 കാര്യം ശ്രദ്ധിക്കണമെന്ന് സയ്യിദുനാ ദാവൂദ്. ഇന്നമാ യുസ്തദല്ലു അലാ ദാവൂദ് അലൈഹിസ്സലാം ഖാല ഇബ്നിഹി സുലൈമാൻ. മഹാനായ സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകൻ സുലൈമാൻ നബിയോട് പറഞ്ഞു, യുസ്തദല്ലു അലാ തഖ്വ റജുലി ബി 3, ഒരാൾ തഖ്വയുള്ളവനാണോ എന്ന് കണക്കാക്കപ്പെടുക 3 കാര്യം കൊണ്ടാണ്. ആര് പറഞ്ഞു? ആരോട്? ദാവൂദ് നബി പറഞ്ഞു. ആരോട്? സുലൈമാൻ നബിയോട്. എന്തൊക്കെയാ? ഒരാൾക്ക് തഖ്വയുണ്ട്, തഖ്വയുണ്ടോ തഖ്വയില്ലേ എന്ന് കണക്കാക്കപ്പെടുക പറയാം 3 കാര്യം കൊണ്ടാണ്. ഹുസ്നു തവക്കലി ഫീമാ ലം യനൽ, ലഭിക്കാത്ത കാര്യത്തെ അല്ലാഹുവിനെ ഏൽപ്പിക്കുക. ലഭിക്കാത്ത കാര്യം ലഭിക്കാൻ ആരെ ഏൽപ്പിക്കും? അല്ലാഹുവിനെ ഏൽപ്പിക്കും. വഹുസ്നുൽ ഇലാഹ ഫീമാ നാല, കിട്ടിയതിലോ സമ്പൂർണ്ണമായി തൃപ്തിപ്പെടുക. ഇനല്ല ഞാൻ അതിനേക്കാൾ വിചാരിച്ചിരുന്നു പറയുന്നത്, എമ്പാടൊന്നും മതി അൽഹംദുലില്ലാഹ് എന്ന് പറയും. കിട്ടാത്തത് അള്ളാഹുവിനെ ഏൽപ്പിക്കാം. കിട്ടിയതിൽ സമ്പൂർണമായി അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടുക. 2 നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ക്ഷമിക്കുക. 3 കാര്യമുള്ളൂ. കിട്ടേണ്ടത് അള്ളാഹുവിനെ ഏൽപ്പിക്കുക, കിട്ടിയതിൽ പൂർണ്ണമായി അള്ളാഹു അത്ര തന്നത് അതാണ് എനിക്ക് മതിയായതും ബാക്കി എനിക്ക് വേസ്റ്റ് ആയിരിക്കും എന്ന് പൂർണ്ണമായി സംതൃപ്തനാവുക. കിട്ടൂല എന്ന് മനസ്സിലായതിൽ. ഒരു മനുഷ്യൻ മുത്തഖിയാണെങ്കിൽ നെറ്റിമ ചൂട്ടുണ്ടായിട്ട് കാര്യമില്ല.
ഒരു മനുഷ്യൻ മുത്തഖിയായി കണക്കാം 3 കാര്യം കൊണ്ടാണ്. ആരോട് പറഞ്ഞു? പൊന്നുമോനെ എന്ന് വിളിച്ചു പറഞ്ഞു സയ്യിദുനാ ദാവൂദ്. ലോകം കണ്ട ഭരണാധികാരിയായ മാനത്ത് പറന്ന മകനോട് സയ്യിദുനാ സുലൈമാൻ, എടാ ഒരു മനുഷ്യൻ മുത്തഖിയായി കണക്കാക്കൽ ഓന്റെ അണ്ണാക്കിനുള്ള ഒച്ചയും ഓത്തൊന്നുമല്ല. അവന് 3 കാര്യം ഉണ്ടാവുക. 1, കിട്ടേണ്ട കാര്യത്തെ പൂർണ്ണമായി വിശ്വസിച്ചേൽപ്പിക്കുക. ആരെ? അള്ളാഹുവിനെ. 2, കിട്ടിയതിൽ സമ്പൂർണനായി തൃപ്തിപ്പെടുക. 3, കിട്ടൂല എന്ന് മനസ്സിലായ കാര്യത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കുക. അത് നമുക്ക് വേണ്ട. അതത്രയല്ല, അതത്ര തന്നെയുള്ളൂ. ഇനി എന്താണ്? അപ്പോൾ ഇവിടെ റബ്ബ് എന്നൊരാളുണ്ട്, അവൻ റബ്ബാണ് എന്ന് മനസ്സിലാക്കുക. إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى إلههم ينلدا وعلى ربهم يتوكلون. അവരെ രക്ഷിക്കുന്ന ആളമേൽ അവർ ഏൽപ്പിക്കുന്നവരാണ്. അപ്പോൾ പൂർണ്ണതയിൽ നമുക്ക് ആരാണ് അള്ളാഹു? പറയാ തല്ലാൻ നടക്കണവനല്ല അള്ളാഹു, രക്ഷിക്കാൻ നടക്കുന്നവനാണ്. രക്ഷിക്കുന്നവനെ ശിക്ഷിക്കാനും അർഹത ഉണ്ടെങ്കിൽ ബാപ്പാന്റെ പേര് രക്ഷിതാവുന്നാണ്. അങ്ങനെ തന്നെയല്ലേ? ബാപ്പ തല്ലും ചെയ്യും, എന്നാലും കൊടുക്കും. രക്ഷിതാവും തന്നെയാണ് ആരും ശിക്ഷിതാവും. ശിക്ഷിക്കുന്നവനാണെങ്കിലും പേരെന്താ? ശിക്ഷിക്കുന്നവനാണ്. എന്തുകൊണ്ട്? അവൻ ശിക്ഷിക്കുകയും ശിക്ഷിക്കുന്നവനാണെങ്കിലും അവൻ എന്തിനാ ശിക്ഷിക്കുന്നത്? രക്ഷിക്കാൻ വേണ്ടിയാണ്. ഡോക്ടർക്ക് മനുഷ്യരെ രക്ഷിക്കുന്നവന്, സോക്കട് മാറ്റുന്നവന് എന്നാണ് മൂപ്പരെ പേര്. എന്നാൽ പല ആളുകളും മൂപ്പരെ കൈകൊണ്ട് മരിച്ചിട്ടുണ്ട്. എന്നാലും പേരെന്താ? എന്തുകൊണ്ട്? സ്വാഭാവികമാണ്. ചില ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതവന് പറ്റാത്തതായിരിക്കും, മരിച്ചു. എന്നാലും ഓപ്പറേഷൻ ചെയ്ത് എന്തിനു വേണ്ടിയാ? രക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല അള്ളാഹു. കൈപ്പഴ പറ്റും ഡോക്ടർക്ക്, അള്ളാഹു തലാക്ക് കൈപ്പഴ പറ്റൂല. പേടിക്കണ്ട. ഫത്തീൽ എന്നാല് കാരക്കക്കുരുവിന്റെ മുകളിലുള്ള പാടാ. കാരക്കക്കുരുവിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഇല്ലേ? കാരക്കയുടെ ആ മാംസളമായ അതിന്റെ ആ തിന്നുന്ന സാധനം കഴിഞ്ഞിട്ട് കുരു വരും. കുരുവിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു കോട്ടിംഗ് ഇല്ലേ? അതാണ് എന്ത്? ഒരു നേരിയ ഒരു അളവ്. ആ അളവിൽ പോലും അള്ളാഹു നിങ്ങളോട് അക്രമം ചെയ്യൂല. ولا يظلمون فتيلا ولا يظلمون فتيلا وما ربك ليس بظلام للعبيد. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു രക്ഷിക്കുന്നു എന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കുക. ലാ തതമന്നൂ ലിഖാ അൽ അദുവി, ശത്രുവിനെ കണ്ടുമുട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. അങ്ങനെ കുറച്ച് ആളുകൾ ശത്രു നേരം തരും. അതാ ഞാൻ പറയുന്നത്. ശത്രുവിനെ കണ്ടുമുട്ടണം എന്ന് പറഞ്ഞ് നടക്കരുത്. ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. മനസ്സിനും ശരീരത്തിനും നിങ്ങൾ ആരോഗ്യം ചോദിക്കുക. ഇതാ ലഖീതും ഫസ്ബിറു, ശത്രു വന്ന് ചാടിയാലോ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. മുഹമ്മദ് മുസ്തഫ ഇത് അള്ളാഹു രക്ഷിക്കും എന്ന് പറയണം. അവിടുത്തെ കാര്യം നോക്കണ്ട. മനസ്സിനും ശരീരത്തിനും എപ്പോഴും നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോണ്ടിരിക്കണം. ഇതാ ലഖീതും ഫസ്ബിറു, എപ്പോഴെങ്കിലും ശത്രു വന്ന് വീണാൽ നിങ്ങൾ ക്ഷമിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഉണ്ടായ അങ്ങനെ, ഇവിടെ ഞങ്ങൾ ഇങ്ങനെ, ഇവിടെ അങ്ങനെ, ഇവിടെ അങ്ങനെ, ഇവിടെ അങ്ങനെ അങ്ങനെ അള്ളാഹു കാക്കും, പടച്ചോൻ കാക്കും. അള്ളാഹു ആർക്ക് പോസ്റ്റ് ചെയ്യാം? അള്ളാഹു പോസ്റ്റ് ചെയ്യാം. നമുക്കൊന്നും കഴിയില്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ വളരെ ചിന്തിക്കണം. ബല എത്രയാന്ന് വിചാരിച്ചു. ഇന്ന് മനുഷ്യന്റെ പണി എന്നതാണ്. നേരം പോലത്തെ വൈകുന്നേരം 4 ആൾ കൂടിയാലും ഈ ഒരു പരസ്പരമുള്ള ഈ വർത്താനം ഇതൊക്കെ നിർത്താൻ നേരായിട്ടുണ്ട്. ശത്രുവിനെ കണ്ടുമുട്ടാൻ കൊതിച്ച് നടക്കരുത്. മനസ്സിനും ശരീരത്തിനും നിങ്ങൾ അള്ളാഹുവോട് ആഫിയത്തിനെ ചോദിക്കുക. ഇതാ ലഖീതും ഫസ്ബിറു, ശത്രു വന്ന് വീണാലോ നിങ്ങൾ ചാടിയാലോ നിങ്ങൾ ക്ഷമിച്ചു നിലകൊള്ളുക എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നമ്മളെ അള്ളാഹു രക്ഷിക്കും. ഒരു പേടിയും വേണ്ട. റബ്ബ് എന്ന് പറഞ്ഞ കാന അക്സറു ദുആഇൽ മുസ്തഫ റബ്ബനാ, റസൂലുള്ളാഹിയുടെ കൂടുതലുള്ള ദുആയും റബ്ബനാ രക്ഷിക്കുന്നവനെ എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടുതലുള്ള ദുആ
യഥാർത്ഥം രക്ഷിക്കുന്നവനെ 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 എന്നാണ് അള്ളാഹു താല മുത്തുനബി അള്ളഹാനോട് പറയണോ. അള്ളാന്റെ റസൂലിന്റെ കൂടുതലുമുള്ള ദ്വായാണ് എന്ത്? അള്ളാഹുമ എന്ന് വാക്കിനേക്കാൾ റസൂൽ കൂടുതലും പറയാ റബ്ബന, ഞങ്ങളെ രക്ഷിക്കുന്നവനെ, ഞങ്ങളെ രക്ഷിക്കുന്നവനെ, ഞങ്ങളെ രക്ഷിക്കുന്നവനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. പറയും കുട്ടികളെ, റബ്ബന മനസ്സിലായില്ലേ? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന റബ്ബന വആതിന മാ വഅദ്തന അലാ റസൂലിക. മനസ്സിലായില്ലേ? എപ്പോഴും എവിടെയും എവിടെയൊക്കെ ഉള്ളതൊക്കെ എന്താണുള്ളത്? റബ്ബന റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, എന്നെ രക്ഷിച്ചവനെ. റബ്ബി ഖദ് ആതൈതനി, ആരുടെ ദുആ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, ആരുടെ ദുആ? സയ്യിദ് സുലൈമാൻ, സയ്യിദ് യൂസുഫ് അലൈഹിസ്സലാം. ഉറക്കെ പറ, സയ്യിദ് യൂസുഫ്. ربنا ليقيم الصلاة رب اجعلني مقيم الصلاة എന്ന് സയ്യിദുനാ ഇബ്രാഹിം രക്ഷിക്കുന്നവനെ രക്ഷിക്കുന്നവനെ എന്ന് പറഞ്ഞാണ് മുത്തനബി കൂടുതൽ ദുആ ചെയ്യുക. അമ്പിയാക്കളൊക്കെ ദുആ ചെയ്തത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ആരുടെ ദുആ? ആരുടെ ദുആ? ആരുടെ ദുആ? ربنا ظلمنا. ആരുടെ ദുആ? സയ്യിദുനാ ആദം. റബ്ബന. അപ്പൊ ആദം നബി മുതൽ മുത്തനബി വരെ എന്താ അള്ളാഹിനെ വിളിച്ച്? രക്ഷിക്കുന്നവനെ രക്ഷിക്കുന്നവനെ. പിന്നെ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? അപ്പൊ അള്ളാഹു ആരാണ്? രക്ഷിക്കുന്നവനോട്. ഇങ്ങനത്തെ ഒരാൾ ഭൗതികവാദിക്കില്ല. നമുക്ക് ആ ഒരാളുണ്ട്. നമ്മൾ എന്ത് കാര്യം എവിടെ തോറ്റാലും ആര് രക്ഷിക്കും? അള്ളാഹു. എന്തിനു പേടിക്കണം? എന്തിനാ പേടിക്കണം? അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ അമ്പിയാക്കളെ പോലെ നിസ്കരിച്ചിട്ട് ഭൗതികവാദികളെ പോലെ സംസാരിക്കരുത്. സ്വഹാബികളെ പോലെ നോമ്പ് വെച്ചിട്ട് ഭൗതികവാദികളെ പോലെ സംസാരിക്കരുത്. മുഅ്മിനീങ്ങളെ പോലെ ഹജ്ജ് ചെയ്തിട്ട് നിരീശ്വരവാദികളെ പോലെ സംസാരിച്ച് നടക്കരുത്. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്? നമ്മൾ മുഅ്മിനീങ്ങളെ പോലെ ജീവിക്കുക, മുഅ്മിനീങ്ങളെ പോലെ സംസാരിക്കുക, മുഅ്മിനീങ്ങളെ പോലെ ഏൽപ്പിക്കുക. ആരെ? ഒരു മനുഷ്യന് തഖ്വയുണ്ടാകണമെങ്കിൽ എത്ര കാര്യം വേണം? 3 പറയ്. കിട്ടാനുള്ളത് പൂർണ്ണമായും ആരെ ഏൽപ്പിക്കുക? അള്ളാഹുവിനെ. അവൻ ചെയ്യേണ്ട പണിയൊക്കെ ചെയ്യണം. എന്നിട്ട് ആരെ ഏൽപ്പിക്കുക? അള്ളാഹുവിനെ ഏൽപ്പിക്കുക. 1 കിട്ടിയതിൽ സമ്പൂർണ്ണനായി സംതൃപ്തനാവുക. എന്റെ റബ്ബ് എനിക്ക് തന്നത് ആവശ്യത്തിന് തന്നിട്ടുണ്ട് എന്ന് പറയാ. 3 കിട്ടൂല എന്ന് മനസ്സിലായാൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. അതെനിക്ക് കിട്ടേണ്ടതല്ലാത്ത സാധനമാണ്, അതുകൊണ്ടാണ് റബ്ബ് തരാത്തത്. 3 കാര്യം ഉണ്ടായാൽ ഒരു മനുഷ്യൻ ആരാകും? മുത്തഖി.